ആദ്യ പൂർത്തീകരണമായിട്ടുള്ള 41 ദിവസത്തെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ഡലവിളക്ക് ഉത്സവം വളരെ ഭംഗിയായിട്ട് പര്യവസാനിച്ചു. തിരുവിതാംകൂർ രാജാവ് നൽകിയ തങ്ക അങ്കി ഭഗവാന് ചാർത്തുന്നത് ആ ഉത്സവത്തിന്റെ ഒരു പ്രധാന ചടങ്ങായിരുന്നു. അതിനുശേഷം 2 ദിവസം നട അടച്ചതിന് ശേഷം വീണ്ടും മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തിലേക്ക് ശബരിമല വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും നട തുറന്നു. അങ്ങനെ വീണ്ടും ഭക്തജന പ്രവാഹമാണ് ശബരിമലയിലേക്ക്. ഈ ശബരിമലയിലെ തീർത്ഥാടന കാലഘട്ടത്തിന്റെ 2ാം ഘട്ടത്തിന്റെ തീർത്ഥാടന കാലഘട്ടത്തിന്റെ മാത്രമല്ല, ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിന്റെ തന്നെ പൂർണ്ണത കൈവരുന്ന ഉത്സവമാണ് മകരവിളക്ക് ഉത്സവമായിട്ട് വരുന്നത്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ശുഭകരമായിട്ടുള്ള ഏത് മാറ്റത്തിനെയും ഭക്ത്യാദരേണ സ്വീകരിക്കുന്നവരാണ് ഭാരതീയർ. അതുകൊണ്ട് തന്നെ എല്ലാ സംക്രമങ്ങളും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വിശേഷ ദിവസമാണ്. അന്നേ ദിവസം പല അമ്പലങ്ങളിലും വീടുകളിലും തറവാടുകളിലും ഒക്കെ പൂജയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സംക്രമങ്ങളും നമുക്ക് വിശേഷപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിത്യപൂജയുള്ള അമ്പലങ്ങളിലാണെങ്കിൽ സംക്രമ ദിവസം പ്രത്യേകിച്ച് സംക്രമ പൂജ ഉണ്ടാകും. അതുപോലെ തന്നെ ചില അമ്പലങ്ങൾ നിത്യപൂജയില്ലാതെ മാസത്തിൽ ഒരു പൂജയുള്ള അമ്പലങ്ങളൊക്കെ, അതുപോലെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സംക്രമത്തിനാണ് സാധാരണ പൂജ ഉണ്ടാകാറ്. സംക്രമം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്. ഏത് സംക്രമവും നമുക്ക് 12 സംക്രമങ്ങളാണുള്ളത്. മാസത്തിന്റെ അവസാന ദിനമാണ് സംക്രമമായിട്ട് കണക്കാക്കുന്നത്. അതിൽ തന്നെ 2 അയനങ്ങൾ, അവ തികച്ചും ഉത്സവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതൊന്ന് ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറുന്നതും മറ്റൊന്ന് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് മാറുന്ന സംക്രമവും. ഈ 2 സംക്രമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഉത്സവം തന്നെയാണ്. ഇവിടെ മകരസംക്രമം ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് മാറുന്നതാണ് മകരസംക്രമം. അതായത് ഊർജ്ജസ്വലത കൈവരിക്കുന്ന കാലഘട്ടമാണ് മകരസംക്രമ കാലഘട്ടം. അതായത് ഉത്തരായനത്തിലേക്ക് മാറുന്ന ആ കാലഘട്ടം, ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന കാലഘട്ടം ഊർജ്ജസ്വലത കൈവരിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഉണർവിന്റെ കാലഘട്ടമാണ് അത്. പ്രകൃതി സ്വന്തം വരപ്രസാദത്താൽ സകല ജീവജാലങ്ങളെയും അനുഗ്രഹിക്കുന്ന കാലഘട്ടമാണിത്. ശരിക്കും തീർത്ഥാടന നാളുകൾ ആരംഭിക്കുന്നത് ഈ ദക്ഷിണായന കാലഘട്ടത്തോടു കൂടി തന്നെയാണ്. അതായത് മകരസംക്രമത്തിന് ശേഷം ദക്ഷിണായനത്തിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ തെയ്യങ്ങളുടെയൊക്കെ കാലഘട്ടമാണ്, ഉത്സവങ്ങളുടെ കാലഘട്ടമാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ കാലത്തിൽ, അതായത് ഉത്തരായന കാലത്തിൽ മരണം സംഭവിച്ചാൽ പോലും സ്വർഗപ്രാപ്തി കൈവരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, മഹാഭാരതത്തിൽ ഭീഷ്മർ ശരീരം മുഴുവൻ ശരമേറ്റിട്ട് ശരശയ്യയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യുവാണ്. ആഗ്രഹിക്കുന്ന സമയത്താണ് മരണം. അപ്പോൾ ആ സ്വച്ഛന്ത മൃത്യു വരം ലഭിച്ചിട്ടുള്ള ഭീഷ്മ പിതാമഹൻ ഉത്തരായന കാലഘട്ടം വരുന്നതിന് വേണ്ടിയിട്ട് ആ യുദ്ധം തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം ആ യുദ്ധത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹം ശരമേറ്റി വീഴുകയാണ്. എന്നിട്ട് അത്രയും ദിവസം അദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്. അപ്പോൾ ഉത്തരായന കാലഘട്ടത്തിലേക്കുള്ള ആ മാറ്റത്തിന് വേണ്ടി കിടക്കുകയാണ്. ആ സമയത്ത് മരണം കൈവരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് മാറുന്ന കാലഘട്ടമാണ് മകരസംക്രമം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യകാലമാണിത്. ഈ 2024 സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ഈ ഉത്തരായന കാലഘട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഉത്തരായന കാലഘട്ടത്തിൽ, അതായത് ഈ സംക്രമം എന്ന് പറയുന്നത്, മകരസംക്രമം എന്ന് പറയുന്നത് ഭാരതം മുഴുവൻ പുണ്യദിനമായിട്ട് കാണുന്ന കാലഘട്ടമാണ്. അതേസമയത്ത് ശബരിമലയിലാകട്ടെ, ശബരിമലയിൽ മകരവിളക്ക് ഉത്സവ ദിനം കൂടിയാണ് സംക്രമ ദിനം. സ്വന്തം മകൻ സർവാഭരണ വിഭൂഷിതനായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നതും നോക്കി നിന്ന, അങ്ങനെ കണ്ടിരുന്ന പന്തളൻ രാജാവ് അച്ഛൻ. പക്ഷെ ആ അച്ഛൻ്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് അദ്ദേഹം ഒരു സന്യാസം സ്വീകരിച്ച് രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ശബരിമലയിൽ പോയിട്ട് ധ്യാന നിരതനാവുകയാണ്. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കേണ്ട മകൻ ഈ രീതിയിൽ പോയ സമയത്ത് ആ മകന് ചാർത്താനായി അച്ഛൻ അവിടെ കരുതി വെച്ചിരുന്ന ആഭരണങ്ങൾ അതവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. ആ ആഭരണങ്ങൾ അയ്യപ്പന് ചാർത്താൻ വേണ്ടിയിട്ട്
സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ ഇന്നും പന്തളം കൊട്ടാരത്തിലുണ്ട്. 4 പെട്ടികളിലായിട്ട് പന്തളം രാജാവ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇന്നും തലമുറകൾ കൈമാറിയിട്ട് അതേപോലെ ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തിരുവാഭരണം ഭഗവാന് ചാർത്തുന്ന ദിനം കൂടിയാണ് മകരവിളക്ക് ഉത്സവം. അവിടെ പന്തളം കൊട്ടാരത്ത് 4 പെട്ടികളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ തിരുവാഭരണ പെട്ടിയിൽ അനുവദിക്കപ്പെട്ടവർ ആചാരപ്രകാരം അത് എടുക്കുന്ന സമയത്ത് അതിന് കരസ്പർശം, മനുഷ്യ കരസ്പർശം ഏൽക്കുന്ന ആ സമയത്ത് തന്നെ ഒരത്ഭുതം എന്നോണം ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നതായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടുന്ന് ആ പെട്ടിയും എടുത്ത് 4 പെട്ടികളും എടുത്ത്, തിരുവാഭരണ പെട്ടികളും എടുത്ത് പാരമ്പര്യ വഴിയായിട്ടുള്ള കാട്ടുപാതയിലൂടെ അത് ശബരിമലയിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് തന്നെ വഴിയിൽ അത് വന്ധ്യരായിട്ടുള്ള പല ആൾക്കാരും, വന്ധ്യരായിട്ടുള്ള ഗുരുസ്വാമിമാർ, അതുപോലെ തന്നെ കാട്ടുമൂപ്പന്മാർ, ഇവരൊക്കെ ഇതിനെ അനുഗമിക്കും. അങ്ങനെ അവസാനം ഇതെന്താണ്, ഇത് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഇവരെ ശബരിമലയിൽ ആദരിക്കും. ഈ ആദരവ് എന്ന് പറയുന്നത് ഈ കാട്ടുമൂപ്പന്മാരുടെയും ഈ ഗുരുസ്വാമിമാരുടെയും ഒക്കെ അവകാശമാണ്. ഇത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രീകൃഷ്ണപ്പരുന്തിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ഈ തിരുവാഭരണം ഭഗവാന് ചാർത്തിയിട്ട് സന്ധ്യക്ക് ആകാശത്ത് മകരനക്ഷത്രം ഉദിച്ചുയരുന്ന സമയത്ത് ശ്രീകോവിലിൻ്റെ നട തുറക്കും. സർവാഭരണ വിഭൂഷിതമായിട്ടുള്ള ഭഗവത് ദർശനം ഭക്തജനങ്ങൾക്ക് സായുജ്യമാകുന്ന ആ പുണ്യ സമയമാണത്. അതേ സമയത്ത് തന്നെയാണ് ആകാശത്ത് മകരനക്ഷത്രത്തെ കാണാൻ വേണ്ടി സാധിക്കുക. ഈ ആകാശത്ത് ഉദിച്ചുയരുന്ന മകരനക്ഷത്രമാണ് മകരജ്യോതി എന്ന് പറയുന്നത്. ഈ ഉത്സവം, ശബരിമലയിൽ നടക്കുന്ന ഈ ഉത്സവമാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. അപ്പം മകരവിളക്ക് ശബരിമലയിൽ നടക്കുന്ന ഈ ഉത്സവവും അതേപോലെ തന്നെ മകരജ്യോതി എന്ന് പറയുന്നത് അവിടെ ആകാശത്ത് ഉദിച്ചുയരുന്ന നക്ഷത്രവുമാണ്. മകരജ്യോതി ഇതായിരിക്കെ, ആകാശത്ത് ഉദിച്ചുയരുന്ന നക്ഷത്രമായിരിക്കെ നമ്മൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുത്താറുണ്ട്. കാരണം അതേ സമയത്ത് അവിടെ ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ നടക്കുന്ന കർപ്പൂര ആരതിയാണ് മകരജ്യോതി എന്ന് റേഡിയോ TV ചാനലുകൾ അടക്കം പറയാണ്. ഇതാ മകരജ്യോതി ഒരു പ്രാവശ്യം പൊങ്ങി, ഇതാ 2ാമത്തെ പ്രാവശ്യം, ഇതാ 3ാമത്തെ പ്രാവശ്യം. പക്ഷെ അത് മകരജ്യോതി അല്ല. അതെന്താണ്, അത് പൊന്നമ്പലമേട്ടിലെ കർപ്പൂരാരതിയാണ്. പണ്ട് സമയം നോക്കേണ്ട എന്താണ് വാച്ചോ മറ്റുള്ള സമയ വിനിമയ ഉപാധികളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ മഹർഷിമാർ, അതായത് ശബരിമലയിലെ ഭഗവാന് തിരുവാഭരണം ചാർത്തിയിട്ട് നട തുറക്കുന്ന ഈ ദർശന സമയത്ത് തന്നെ ഈ സമയോപാധികളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്ത് മഹർഷിമാർ പൊന്നമ്പലമേട്ടിൽ കർപ്പൂരാരതി തെളിയിച്ചിരുന്നു. പിന്നീട് അത് വനവാസികളായിട്ടുള്ള ആൾക്കാർ, കാട്ടുനിവാസികളായിട്ടുള്ള ആൾക്കാരായിരുന്നു തെളിയിച്ചിരുന്നത്. ഇന്ന് ദേവസ്വം ബോർഡാണ് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ ചില ആൾക്കാർ എന്താണ് തെറ്റിദ്ധരിച്ച് ഇതാണ് മകരജ്യോതി എന്ന് പറയാറുണ്ട്. പക്ഷെ മകരജ്യോതി എന്ന് പറഞ്ഞാൽ അതല്ല, അത് കർപ്പൂരാരതിയാണ്. അത് അവിടെ പൊന്നമ്പലമേട്ടിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും സന്ധ്യാസമയത്ത്, സംക്രമ സമയത്ത്, പ്രത്യേകിച്ച് മകരസംക്രമ സമയത്ത് കർപ്പൂരാരതി ചെയ്യാറുണ്ട്. എല്ലാ പുണ്യ കേന്ദ്രങ്ങളിലും കർപ്പൂരാരതി ചെയ്യാറുണ്ട്. അതേപോലെ കർപ്പൂരാരതിയാണ് അവിടെയും നടക്കുന്നത്. അപ്പോൾ അതിനെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, അതാണ് മകരജ്യോതി എന്ന്. പക്ഷെ മകരജ്യോതി എന്ന് പറയുന്നത് അതല്ല, ആകാശത്ത് ഉദിച്ചു വരുന്ന നക്ഷത്രമാണ്. ഈ ഉത്സവമാണ്, ശബരിമലയിൽ നടക്കുന്ന ഉത്സവമാണ് മകരവിളക്ക് എന്നുള്ളത്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇന്നും നമ്മൾക്ക് ഇന്നും അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നത് അവിടെ പന്തളം കൊട്ടാരത്തിൽ ഈ പെട്ടികളിൽ കരസ്പർശം ഏൽക്കുന്ന സമയത്ത് അവിടെ വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണപ്പരുന്താണ്. ആ ശ്രീകൃഷ്ണപ്പരുന്ത് ഈ തിരുവാഭരണം ശബരിമലയിൽ എത്തുന്നത് വരെ ഇതിനെ അനുഗമിക്കുന്നു എന്നുള്ളത് ഇന്നും അത്ഭുതമായിട്ട് തന്നെ ശേഷിക്കുന്ന ഒരു ഇത് ശാസ്ത്രം കൊണ്ട് ഒന്നും തെളിയിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ്, ഇന്നും നിലനിൽക്കുന്ന അത്ഭുതമാണത് ശ്രീകൃഷ്ണപ്പരുന്തിന്റെ ആഗമനവും. അതേപോലെ തന്നെ ശബരിമലയിൽ തിരുവാഭരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീകൃഷ്ണപ്പരുന്ത് അപ്രത്യക്ഷനാവുകയാണ്. ഇത് ഇന്നും അത്ഭുതമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ശബരിമലയിലെ ഈ മകരവിളക്കുത്സവം, ശബരിമലയിൽ മാത്രമല്ല ഭാരതം മുഴുവൻ മകരസംക്രമമാണ്. ആ മകരസംക്രമത്തെ വരവേൽക്കുക. പ്രത്യേകിച്ചും സ്വാമി ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.